ഡോക്ടർ സ്യൂവാർഡിന്റെ ഡയറി സെപ്റ്റംബർ 20. ശബ്ദത്തിൽ തളർച്ചയും പരിഭ്രാന്തിയും കലർന്ന ടോൺ. എനിക്ക് വല്ലാത്ത സങ്കടവും നിരാശയും തോന്നുന്നു. മരണത്തിന്റെ മാലാഖ ചിറകടിച്ച് പറക്കുന്നത് എനിക്ക് കേൾക്കാം. ലൂസിക്ക് കാവലിരിക്കുകയായിരുന്നു ഞാൻ. മുറിയിലാകെ വെളുത്തുള്ളിയുടെ രൂക്ഷഗന്ധം. ലൂസി ശ്വസിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ മുഖം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വിളറിയ മോണകൾ, പല്ലുകൾ മുമ്പത്തേക്കാൾ നീളമുള്ളതും കൂർത്തതുമായിരിക്കുന്നു. പ്രത്യേകിച്ച് അവളുടെ കോമ്പല്ലുകൾ. പെട്ടെന്ന് ജനാലയ്ക്കൽ ഒരു വലിയ വവ്വാൽ വന്നിടിപ്പിച്ചു. ഉറക്കത്തിൽ അവൾ കഴുത്തിലെ വെളുത്തുള്ളിപ്പൂക്കൾ വലിച്ചെറിഞ്ഞു. ഭയത്തോടെ ഞാനത് തിരികെ വെച്ചു. രാവിലെ വാൻ ഹെൽസിംഗ് എത്തിയപ്പോൾ ലൂസിയുടെ കഴുത്തിലെ മുറിവുകൾ മാഞ്ഞുപോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവൾ മരിക്കുകയാണ്, ആർതറെ വിളിക്കൂ. ആർതർ വന്നപ്പോൾ ലൂസി കണ്ണു തുറന്നു. അവളുടെ മുഖഭാവം മാറി, പല്ലുകൾ കൂർത്തുവന്നു. വശ്യമായ ഒരു ശബ്ദത്തിൽ അവൾ വിളിച്ചു, ആർതർ, എന്റെ പ്രണയമേ, എന്നെ ചുംബിക്കൂ. ആർതർ കുനിഞ്ഞതും വാൻ ഹെൽസിംഗ് അവനെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. നിന്റെ ജീവൻ വെച്ച് ഞാൻ അതിന് സമ്മതിക്കില്ല, അദ്ദേഹം അലറി. അധികം വൈകാതെ അവളുടെ ശ്വാസം നിലച്ചു. പക്ഷേ മരണശേഷം അവളുടെ മുഖത്തെ വിളർച്ച മാറി വല്ലാത്തൊരു സൗന്ദര്യം തിരികെ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അവൾക്ക് ശാന്തി ലഭിച്ചു, ഇതാണ് അവസാനം. പക്ഷേ വാൻ ഹെൽസിംഗ് ഗൗരവത്തോടെ തിരുത്തി, അല്ല, ഇത് അവസാനമല്ല, ഒരു തുടക്കം മാത്രമാണ്. ശവസംസ്കാരം കഴിഞ്ഞ് വാൻ ഹെൽസിംഗ് പറഞ്ഞത് കേട്ട് ഞാൻ സ്തംഭിച്ചുപോയി. ലൂസിയുടെ തല വെട്ടണമെന്നും ഹൃദയം പുറത്തെടുക്കണമെന്നും വലിയൊരു വിപത്ത് വരാനിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം ലണ്ടന്റെ തെരുവുകളിൽ ജോനാഥൻ ഹാർക്കർ ആ രൂപത്തെ കണ്ടു. മെലിഞ്ഞു നീണ്ട ശരീരം, മൃഗങ്ങളുടേതുപോലെ കൂർത്ത പല്ലുകൾ, രക്തവർണമായ ചുണ്ടുകൾ. അവൻ ഭയത്തോടെ വിളിച്ചു പറഞ്ഞു, അതാ കൗണ്ടാണ്, അയാൾക്ക് പ്രായം കുറഞ്ഞിരിക്കുന്നു. ദൈവമേ! പത്രവാർത്ത. ഹാംസ്റ്റഡിലെ ഭീകരത. വാർത്തകൾ പരക്കുകയാണ്. ഹാംസ്റ്റഡ് പ്രദേശത്ത് കുട്ടികളെ കാണാതാകുന്നു. ബ്ലൂഫർ ലേഡി അഥവാ സുന്ദരിയായ ഒരു സ്ത്രീ തങ്ങളെ വിളിച്ചുകൊണ്ടുപോയി എന്നാണ് കുട്ടികൾ പറയുന്നത്. തിരിച്ചെത്തുന്ന കുട്ടികളുടെ കഴുത്തിൽ വിചിത്രമായ മുറിവുകൾ, എലിയോ നായയോ കടിച്ചതുപോലെയുള്ള ചെറിയ പഴുതുകൾ. കുട്ടികൾക്ക് വല്ലാതെ രക്തം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരാണ് ബ്ലൂഫർ ലേഡി? ലണ്ടനെ കാത്തിരിക്കുന്ന ആ ഭീകരത എന്താണ്? മിന ഹാർക്കറുടെ ഡയറി സെപ്റ്റംബർ 23. ജോനാഥന് ഇപ്പോൾ ഭേദമുണ്ട്. അവന് ധാരാളം ജോലി ചെയ്യാനുണ്ടെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അത് അവന്റെ മനസ്സിനെ ആ ഭയാനകമായ കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും. അവന്റെ പുതിയ സ്ഥാനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അവനെ തളർത്തുന്നില്ല എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അവനിന്ന് വൈകുവോളം പുറത്തായിരിക്കും. എന്റെ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ അവന്റെ ആ പഴയ വിദേശ ഡയറി, ട്രാൻസിൽവാനിയയിലെ കുറിപ്പുകൾ എടുത്ത് മുറിയിൽ പോയി വായിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 24. ഇന്നലെ രാത്രി ഒന്നും എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. ജോനാഥന്റെ ആ ഭയാനകമായ അനുഭവങ്ങൾ എന്നെ അത്രമേൽ തളർത്തിക്കളഞ്ഞു. പാവം. അത് സത്യമായാലും വെറും തോന്നലായാലും അവൻ എത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും. അത് സത്യമാണോ എന്നെനിക്കറിയില്ല. അവനോടത് ചോദിക്കാനും എനിക്ക് പേടിയാണ്. എങ്കിലും കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വെച്ച് കണ്ട ആ മനുഷ്യൻ, കൗണ്ട്, അവൻ വന്നത് ലണ്ടനിലേക്കാണെങ്കിൽ ഇത്രയധികം ജനങ്ങളുള്ള ഈ നഗരത്തിൽ എന്ത് സംഭവിക്കും? എന്തു തന്നെയായാലും ഞാൻ തയ്യാറെടുക്കണം. ഞാൻ ആ ഡയറി ടൈപ്പ് ചെയ്ത് പകർപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവർക്ക് അത് നൽകാൻ എനിക്ക് സാധിക്കും. വാൻ ഹെൽസിംഗ് മിന ഹാർക്കർക്ക് അയച്ച കത്ത് സെപ്റ്റംബർ 24. പ്രിയപ്പെട്ട മാഡം, ലൂസി വെസ്റ്റൻഡയുടെ മരണവാർത്ത നിങ്ങളെ അറിയിച്ച ആളെന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് പരിചിതനായിരിക്കും. ലൂസിയുടെ കത്തുകളിൽ നിന്ന് നിങ്ങൾ എത്ര വലിയ സുഹൃത്തുക്കളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. മാഡം മിന, ആ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നു. ചില വലിയ തെറ്റുകൾ തിരുത്താനും ആപത്തുകൾ തടയാനും നിങ്ങളുടെ സഹായം വേണം. എനിക്ക് നിങ്ങളെ നേരിൽ കാണാൻ സാധിക്കുമോ? ഞാൻ ഡോക്ടർ സെവാർഡിന്റെയും ലോർഡ് ഗോഡാൽമിങ്ങിന്റെയും ആർതർ സുഹൃത്താണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഉടൻ എക്സിറ്റർ വരാം. നിങ്ങളുടെ ഭർത്താവിനോട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ടതില്ല. അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചേക്കാം. ഇതിന് മറുപടിയായി മിന അദ്ദേഹത്തെ സെപ്റ്റംബർ 25 വരാൻ ക്ഷണിച്ചുകൊണ്ട് ടെലിഗ്രാം അയക്കുന്നു. മിന ഹാർക്കറുടെ ഡയറി സെപ്റ്റംബർ 25. വാൻ ഹെൽസിംഗ് ഡോക്ടർ വരുന്നത് കാണാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. അദ്ദേഹം ലൂസിയെ ചികിത്സിച്ച ആളായതുകൊണ്ട് ലൂസിയുടെ ഉറക്കത്തിലെ നടത്തത്തെക്കുറിച്ച് ചോദിക്കാനായിരിക്കും വരുന്നത് എന്ന് ഞാൻ കരുതി.
എന്റെ മനസ്സ് ആ ഭയാനകമായ ഡയറി വായിച്ചതുകൊണ്ട് എല്ലാം ആ സംശയത്തിലൂടെയാണ് കാണുന്നത്. സത്യത്തിൽ അദ്ദേഹം ലൂസിയെക്കുറിച്ച് ചോദിക്കാനായിരിക്കും വരുന്നത്. പിന്നീട് അദ്ദേഹം വന്നുപോയി. എനിക്കിപ്പോഴും ഒരു സ്വപ്നത്തിലെന്ന പോലെ തോന്നുന്നു. ഞാൻ ജോനാഥന്റെ ഡയറി വായിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായേനെ. അദ്ദേഹം വന്നപ്പോൾ ഞാൻ കണ്ടത് ശക്തനായ, ബുദ്ധിമാനായ ഒരു മനുഷ്യനെയാണ്. ലൂസിക്ക് എക്സിറ്ററിൽ വെച്ച് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ എന്റെ കുറിപ്പുകൾ അദ്ദേഹത്തിന് നൽകി. എന്റെ കുറിപ്പുകൾ കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. "ഓ, നിങ്ങൾ എത്ര സമർത്ഥയായ സ്ത്രീയാണ്" എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ വികാരാധീനനായി. ആ കുറിപ്പുകൾ അദ്ദേഹത്തിന് വലിയൊരു വഴിത്തിരിവായി. അദ്ദേഹം എന്നോട് ജോനാഥനെ കുറിച്ച് ചോദിച്ചു. ജോനാഥന് ലണ്ടനിൽ വെച്ചുണ്ടായ ആ ഞെട്ടലിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അതോടെ എന്റെ ഉള്ളിലെ ഭയമെല്ലാം പുറത്തുവന്നു. ഞാൻ കരഞ്ഞുപോയി. ജോനാഥനെ രക്ഷിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. തന്റെ ജീവിതം മുഴുവൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് മാറ്റിവെച്ചതെന്നും ജോനാഥനെ സഹായിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അവസാനം ഞാൻ ജോനാഥന്റെ ആ ഭയാനകമായ ഡയറിയുടെ ടൈപ്പ് ചെയ്ത പകർപ്പും അദ്ദേഹത്തിന് നൽകി. വാൻ ഹെൽസിംഗ് മിന ഹാർക്കർക്ക് അയച്ച കത്ത്. അതേ ദിവസം വൈകുന്നേരം. പ്രിയപ്പെട്ട മാഡം മിന, ഞാൻ നിങ്ങളുടെ ഭർത്താവിന്റെ ഡയറി വായിച്ചു. നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാം. ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന ഭയാനകമായ കാര്യങ്ങൾ സത്യമാണ്. അതിൽ എനിക്ക് ഉറപ്പുണ്ട്. ജോനാഥൻ ഒരു വീരനാണ്. ആ മതിലിറങ്ങിപ്പോകാൻ ധൈര്യം കാണിച്ച അദ്ദേഹത്തിന് ഇതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. എനിക്ക് അദ്ദേഹത്തെ കാണണം. ജോനാഥൻ ഹാർക്കറുടെ ഡയറി, സെപ്റ്റംബർ 26. ഞാനിനി ഈ ഡയറി എഴുതില്ല എന്നാണ് കരുതിയത്. പക്ഷേ വാൻ ഹെൽസിംഗിന്റെ കത്ത് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി. എന്റെ അനുഭവങ്ങൾ സത്യമാണെന്നും എനിക്ക് ഭ്രാന്തല്ലെന്നും അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ധൈര്യം തോന്നി. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം എന്നോട് പഴയ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. കൗണ്ട് ഡ്രാക്കുളയെ നശിപ്പിക്കാൻ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകി. ട്രെയിൻ കയറുന്നതിന് മുൻപ് അദ്ദേഹം പത്രത്തിൽ ഒരു വാർത്ത കണ്ട് വല്ലാതെ അസ്വസ്ഥനായി. എന്റെ ദൈവമേ, ഇത്ര പെട്ടെന്നോ എന്ന് അദ്ദേഹം പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ സെവാർഡിന്റെ ഡയറി, സെപ്റ്റംബർ 26. വാൻ ഹെൽസിംഗ് എക്സിറ്ററിൽ നിന്ന് തിരിച്ചെത്തി എന്റെ മുറിയിലേക്ക് ഓടിക്കയറി വന്നു. അദ്ദേഹം ഒരു പത്രം, വെസ്റ്റ്മിൻസ്റ്റർ ഗസറ്റ്, എന്റെ നേരെ നീട്ടി. അതിൽ ഹാംസ്റ്റഡിലെ കുട്ടികളെ ആരോ തട്ടിക്കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും അവരുടെ കഴുത്തിൽ ചെറിയ മുറിവുകൾ കാണപ്പെടുന്നതിനെക്കുറിച്ചുമുണ്ടായിരുന്നു. "ഇത് ലൂസിയുടെ കഴുത്തിലെ മുറിവുകൾ പോലെയുണ്ടല്ലോ," ഞാൻ പറഞ്ഞു. വാൻ ഹെൽസിംഗ് ഗൗരവത്തോടെ ചോദിച്ചു. "ജോൺ, ലൂസി എങ്ങനെയാണ് മരിച്ചതെന്ന് നിനക്കിപ്പോഴും അറിയില്ലേ? ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത പല വിചിത്രമായ കാര്യങ്ങളും ഈ ലോകത്തുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു." രക്തം കുടിക്കുന്ന വവ്വാലുകളെക്കുറിച്ചും മരിക്കാത്ത മനുഷ്യരെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ശാസ്ത്രം എല്ലാത്തിനെയും തള്ളിക്കളയുന്നത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. അവസാനം ഞാൻ ചോദിച്ചു, "പ്രൊഫസർ, ആ കുട്ടികളെ ആക്രമിച്ചത് ലൂസിയെ കൊന്ന അതേ ജീവിയാണോ?" വാൻ ഹെൽസിംഗ് അതീവ ദുഃഖത്തോടെ കസേരയിലേക്ക് തളർന്നിരുന്നു കൊണ്ട് പറഞ്ഞു, "അല്ല ജോൺ, ആ മുറിവുകൾ ഉണ്ടാക്കിയത് ലൂസിയാണ്." ഒരു നിമിഷം കടുത്ത ദേഷ്യം എന്നെ കീഴടക്കി. ജീവിച്ചിരുന്ന കാലത്ത് അയാൾ ലൂസിയുടെ മുഖത്തടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ മേശപ്പുറത്ത് ആഞ്ഞടിച്ച് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, "ഡോക്ടർ വാൻ ഹെൽസിംഗ്, നിങ്ങൾക്ക് ഭ്രാന്താണോ?" അദ്ദേഹം തലയുയർത്തി എന്നെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്തെ ആർദ്രത എങ്ങനെയോ എന്നെ പെട്ടെന്ന് ശാന്തനാക്കി. "എനിക്ക് ഭ്രാന്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു," അദ്ദേഹം പറഞ്ഞു. "ഇതുപോലൊരു സത്യത്തെ നേരിടുന്നതിനേക്കാൾ എളുപ്പമാണ് ഭ്രാന്ത് സഹിക്കാൻ." "ഓ എന്റെ സുഹൃത്തെ, ഇത്രയും ലളിതമായ ഒരു കാര്യം പറയാൻ ഞാൻ എന്തിനാണ് ഇത്രയും വളച്ചൊടിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് നിങ്ങളോട് വെറുപ്പുള്ളതുകൊണ്ടാണോ? അതോ നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണോ? നിങ്ങൾ പണ്ട് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിന് പകരം വീട്ടാനാണോ ഞാനിത് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. എന്നോട് ക്ഷമിക്കൂ," ഞാൻ പറഞ്ഞു. അദ്ദേഹം തുടർന്നു, "സുഹൃത്തെ, നിങ്ങൾ സ്നേഹിച്ച ആ പ്രിയപ്പെട്ട യുവതിയെക്കുറിച്ചുള്ള സത്യം വളരെ സാവധാനം മാത്രം നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ടും നിങ്ങൾ ഇത് വിശ്വസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അല്ല എന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. ലൂസിയെപ്പോലെ ഒരാളെക്കുറിച്ച് ഇത്രയും സങ്കടകരമായ ഒരു സത്യം അംഗീകരിക്കുക എന്നത് അതിലും പ്രയാസമാണ്. ഇന്ന് രാത്രി ഞാൻ അത് തെളിയിക്കാൻ പോവുകയാണ്. എന്റെ കൂടെ വരാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നുണ്ടോ?" ഇത് എന്നെ തളർത്തിക്കളഞ്ഞു. ആരും അത്തരം ഒരു സത്യം തെളിയിക്കാൻ ആഗ്രഹിക്കില്ല. എന്റെ മടി കണ്ട് അദ്ദേഹം പറഞ്ഞു, "യുക്തി ലളിതമാണ്. ഇത് ഭ്രാന്തന്റെ യുക്തിയല്ല. ഇത് സത്യമല്ലെങ്കിൽ തെളിവ് നമുക്ക് ആശ്വാസമാകും. സത്യമാണെങ്കിൽ അതാണ് പേടിക്കേണ്ടത്. ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലെ
ആ കുട്ടിയെ പോയി കാണാം. ആ കുട്ടിയുള്ള നോർത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിൻസെന്റ് എന്റെ സുഹൃത്താണ്. അദ്ദേഹം 2 ശാസ്ത്രജ്ഞരെ ആ കുട്ടിയെ കാണാൻ അനുവദിക്കും. അതിനുശേഷം അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു താക്കോൽ ഉയർത്തിക്കാട്ടി. അതിനുശേഷം ലൂസി കിടക്കുന്ന പള്ളിപ്പറമ്പിലെ കല്ലറയിൽ നമ്മൾ രാത്രി ചെലവഴിക്കും. ഇത് ആ ശവകുടീരത്തിന്റെ താക്കോലാണ്. എന്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി. വരാനിരിക്കുന്നത് ഭയാനകമായ എന്തോ ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കുട്ടിയെ കണ്ടു. ഡോക്ടർ വിൻസെന്റ് കുട്ടിയുടെ കഴുത്തിലെ മുറിവ് കാണിച്ചു തന്നു. ലൂസിയുടെ കഴുത്തിലുണ്ടായിരുന്ന അതേ മുറിവുകൾ. ഒരു വവ്വാലോ മറ്റോ കടിച്ചതാകാമെന്നാണ് ഡോക്ടർ വിൻസെന്റ് കരുതിയത്. കുട്ടി ഉണർന്നപ്പോൾ ബ്ലൂഫർ ലേഡി കൂടെ കളിക്കണമെന്ന് പറഞ്ഞു. രാത്രി 10 മണിയോടെ ഞങ്ങൾ ഹാംസ്റ്റഡ് ഹീത്തിലെ പള്ളിപ്പറമ്പിലെത്തി. വാൻ ഹെൽസിംഗ് കല്ലറ തുറന്നു. അകത്തെ കാഴ്ച ഭയാനകമായിരുന്നു. ഉണങ്ങിയ പൂക്കളും മാറാലയും നിറഞ്ഞ ആ മുറിയിൽ അദ്ദേഹം ലൂസിയുടെ ശവപ്പെട്ടി തുറന്നു. ഉള്ളിലെ ലിഡ് മാറ്റിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശവപ്പെട്ടി ശൂന്യമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ? വാൻ ഹെൽസിംഗ് ചോദിച്ചു. പക്ഷേ ഞാൻ തർക്കിച്ചു. ലൂസിയുടെ ശരീരം അവിടെയില്ല എന്നേ ഇതിനർത്ഥമുള്ളൂ. ആരെങ്കിലും അത് മോഷ്ടിച്ചതാകാം. അദ്ദേഹം ദീർഘനിശ്വാസം വിട്ടു. കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. എന്റെ കൂടെ വരൂ. ഞങ്ങൾ അവിടെ കാവലിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരു വെള്ള രൂപം മരങ്ങൾക്കിടയിലൂടെ നീങ്ങുന്നത് ഞാൻ കണ്ടു. വാൻ ഹെൽസിംഗ് അവിടെ നിന്ന് ഒരു കൊച്ചുകുട്ടിയെ കണ്ടെത്തി. കുട്ടിയുടെ കഴുത്തിൽ മുറിവുകളൊന്നുമില്ലായിരുന്നു. നമ്മൾ കൃത്യസമയത്തെത്തി, വാൻ ഹെൽസിംഗ് പറഞ്ഞു. സെപ്റ്റംബർ 27. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കല്ലറയിലെത്തി. വാൻ ഹെൽസിംഗ് വീണ്ടും ശവപ്പെട്ടി തുറന്നു. ഇത്തവണ ഞാൻ അമ്പരന്നു പോയി. ലൂസി അവിടെ കിടക്കുന്നു. അവൾ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും മുൻപത്തേക്കാൾ സുന്ദരിയായി കാണപ്പെട്ടു. ചുണ്ടുകൾ ചുവപ്പും കവിളുകൾ തുടുത്തുമാണ് ഇരിക്കുന്നത്. വാൻ ഹെൽസിംഗ് അവളുടെ ചുണ്ടുകൾ മാറ്റി പല്ലുകൾ കാണിച്ചു തന്നു. കണ്ടോ, ആ പല്ലുകൾക്ക് മുൻപത്തേക്കാൾ കൂർമ്മത കൂടിയിരിക്കുന്നു. അവൾ അൺഡെഡ് ആയി മാറിയിരിക്കുന്നു. അവളുടെ തലയെറുത്ത് വായിൽ വെളുത്തുള്ളി നിറച്ച് നെഞ്ചിൽ ആണിയടിച്ചു കയറ്റണം. ഇത് കേട്ടപ്പോൾ എന്റെ രക്തം തണുത്തുപോയി. വാൻ ഹെൽസിംഗ് പറഞ്ഞു. ആർതർ ലോർഡ് ഗോഡാൽമിംഗ് ഇത് സ്വന്തം കണ്ണുകൊണ്ട് കാണണം. എങ്കിൽ മാത്രമേ അവന് സമാധാനം ലഭിക്കൂ. അതുകൊണ്ട് നാളെ രാത്രി നമുക്ക് ആർത്തറിനെയും ക്വിൻസിയെയും കൂട്ടിവരാം. സെപ്റ്റംബർ 29. രാത്രി 10 മണിക്ക് ആർത്തറും ക്വിൻസി മോറിസും വാൻ ഹെൽസിംഗിന്റെ മുറിയിലെത്തി. വാൻ ഹെൽസിംഗ് കാര്യം അവതരിപ്പിച്ചു. ലൂസിയുടെ കല്ലറ തുറക്കണമെന്ന നിർദ്ദേശം കേട്ടപ്പോൾ ആർത്തർ ക്ഷുഭിതനായി. ഇത് കടന്ന കൈയാണ്. മരിച്ചവരോടുള്ള അനാദരവാണ്, ആർത്തർ ദേഷ്യത്തോടെ പറഞ്ഞു. വാൻ ഹെൽസിംഗ് ശാന്തനായി മറുപടി നൽകി. മിസ് ലൂസി മരിച്ചു എന്നത് സത്യമാണെങ്കിൽ അവരോട് നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അവൾ മരിച്ചിട്ടില്ലെങ്കിലോ, അവൾ അൺഡെഡ് ആണെങ്കിലോ? എനിക്ക് അവളുടെ തല വെട്ടിമാറ്റണം, നെഞ്ചിൽ ആണിയടിച്ചു കയറ്റണം. ദൈവമേ, അരുത്! ആർതർ നിലവിളിച്ചു. എന്റെ പ്രിയപ്പെട്ടവളുടെ ശരീരത്തെ ഇങ്ങനെ വികൃതമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. വാൻ ഹെൽസിംഗ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പ്രഭോ, എനിക്കും ഒരു കടമയുണ്ട്, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും. നിങ്ങൾ എന്റെ കൂടെ വരൂ, എന്നിട്ട് നേരിട്ട് കണ്ട് തീരുമാനിക്കൂ. ഞാൻ ലൂസിയെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. എന്റെ രക്തം പോലും അവൾക്ക് നൽകിയിട്ടുണ്ട്. അവളെ രക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാൻ ഹെൽസിംഗിന്റെ ആത്മാർത്ഥത കണ്ട് ആർതർ ഒടുവിൽ സമ്മതിച്ചു. ശരി, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, കാത്തിരിക്കാം.